ഇന്ന് നമുക്കൊരു പൂവട റെസിപ്പി കണ്ടാലോ. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി, ഒരു 1/2 കപ്പ് മൈദ, അതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പത്തിരിക്ക് വാട്ടി കൊയ്ക്കണമാതിരി നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തേക്കണം. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഞാൻ മുക്കി എടുത്തേക്കണം കേട്ടോ. അധികം വെള്ളം ആവണ്ട അയർച്ചുകൊണ്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. പിന്നെ അതിൽ പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം വാട്ടി കൊടുക്കുക. നമ്മൾ പത്തിരിക്ക് എങ്ങനെ വാട്ടി കൊടുക്കണോ അതേമാതിരി തന്നെ വാട്ടി കൊടുക്കുക. അപ്പോൾ പൂവട ചുട്ടിട്ട് പൊട്ടിപ്പോണ ആൾക്കാരുണ്ടെങ്കിൽ ഇതെന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇങ്ങനെ ചുട്ടാൽ പൊട്ടിപ്പോവില്ല. എന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് പൊടി ഇട്ടെടുത്തുകൊണ്ട് പൊടി നല്ലോണം കുഴച്ചെടുക്കുക. നല്ലോണം കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഉരുളകളാക്കി മാറ്റുക. സെയിം പത്തിരി എങ്ങനെ ചെയ്യണോ അതേമാതിരി ചെയ്യുക. അങ്ങനെ എല്ലാ മാവും ഞാൻ ഓരോരോ ബോൾസാക്കി മാറ്റിയെടുത്തു. പിന്നെ അതൊക്കെ ഫില്ലിംഗ് ആയിട്ട് അരമുറി തേങ്ങയും കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ ശർക്കര വെച്ചുകൊണ്ടും ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ല, ഇനി അപ്പോൾ ഞാൻ പഞ്ചസാര വെച്ചുകൊണ്ടാണ് ചെയ്യണത്. അങ്ങനെ പത്തിരി പ്രസം ഒന്ന് അമർത്തി കൊടുത്തിട്ട് പിന്നെ പഞ്ചസാരയും തേങ്ങ ഇട്ടുകൊണ്ട് ഒന്നിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തുമ്പുണ്ടല്ലോ അതിൻ്റെ തുമ്പ് ഇങ്ങനെ മടക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഈ പൊടണ്ണിൻ്റെ ഇല, വായൻ്റെ ഇല, അങ്ങനത്തെ ഇലകളുണ്ടല്ലോ ആ ഇലകളിലും വെച്ചും ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെയും കുറച്ച് ചെയ്തെടുത്തേക്കണേ. അപ്പോൾ ഈ മൈദ കൂട്ടിങ്ങാണ്ട് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കേണ്ടി എന്തായാലും, കാരണം അത് പൊട്ടിപ്പോവാത്തൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇത് പിന്നെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ ഞാൻ ഈ ഇലയിൽ ചെയ്തെടുത്തതും ആവിയിൽ വേവിച്ചെടുത്തു. അപ്പോൾ ഒറ്റ പൂവടി നമ്മളത് പൊട്ടിപ്പോയിട്ടില്ല. കണ്ടോ, ഉഷാറായി 2 ഭാഗം തിരിച്ചു മറിച്ചൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, പൊട്ടിയിട്ടില്ല. മൈദ കൂട്ടി പൂവട റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. പിന്നെ ഞാൻ ഇലയിൽ ചുട്ടെടുത്തുക്കണല്ലോ, അതൊന്ന് തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, ഉഷാറായി കിട്ടിയിരിക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അങ്ങനെ ഈ രീതിയിൽ പൂവട തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ താങ്ക് യു.